വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും യേശുനാമത്തിൽ ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം സുഭാഷിതങ്ങൾ 3-ാമത്തെ അധ്യായം 5-ാം തിരുവചനമാണ്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. 3 വർഷങ്ങൾക്ക് മുമ്പ് വളരെ മിടുക്കനായ ഒരു യുവാവ് മെഡിക്കൽ പ്രൊഫഷനിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. ഏറെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ സംസാരിക്കാറുണ്ടായിരുന്നു. എന്ത് സംശയം നമ്മൾക്ക് ജോലി സംബന്ധമായോ അല്ലെങ്കിൽ നമ്മുടെ ശമ്പളവും അതുമായിട്ടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, സർവീസ് സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും വളരെ കൃത്യമായും വ്യക്തമായും നാവിൽ തുമ്പിൽ നിന്ന് തന്നെ ഉത്തരം നൽകാറുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. എനിക്ക് ഒരുപാട് സംശയങ്ങളൊന്നും ഉണ്ടാവാറില്ല എങ്കിലും എപ്പോഴെങ്കിലും ചെറിയ ഒരു സംശയമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ചോദിക്കുകയും ഇദ്ദേഹം അതിനുള്ള മറുപടി ഇനി എന്താണ് ചെയ്യേണ്ടതെന്നടക്കം ഇങ്ങോട്ട് തരികയും വളരെയേറെ സേവന സന്നദ്ധതയുള്ള ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം. ഞാൻ കുറെ കൂടെ അടുത്ത് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം ഒരു കത്തോലിക്കനായിരുന്നിട്ടും ആഴത്തിലുള്ള വിശ്വാസമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇങ്ങേരിൽ ഇല്ലായിരുന്നു. ഞായറാഴ്ചകളിൽ പറ്റുന്നത്ര ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകും എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലൊരു ആഴത്തിലുള്ള വിശ്വാസ ജീവിതത്തിലേക്ക് ഇദ്ദേഹം എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹശേഷം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, പുതിയ ഒരു വീട് വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ രീതിയിലും സയൻറ്റിഫിക്കായിട്ട് ചിന്തിച്ചും പലയിടത്തും സെർച്ച് ചെയ്തും പല വിദഗ്ധന്മാരുടെ അടുക്കൽ വിദഗ്ധ ഉപദേശം ആരാഞ്ഞും വീട് പണി തുടങ്ങിയിരിക്കുകയാണ്. എനിക്കേറെ താല്പര്യമില്ലായിരുന്നിട്ട് കൂടെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഏറെ സയൻറ്റിഫിക്കായിട്ട് അപഗ്രഥിച്ച് പഠിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുകയും ഒരു വലിയ വിദഗ്ധൻ സംസാരിക്കുന്നത് പോലെ ഈ വീട് പണിയെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇദ്ദേഹം വിശദീകരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. വേറെ പലരും വീട് പണി സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായ ഉത്തരങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു തരാൻ മിടുക്കനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും വിജ്ഞാനത്തിൽ അഗ്രഗണ്യനായി നിന്നിരുന്ന ഇദ്ദേഹത്തിന് ഏകദേശം വീട് പണി തുടങ്ങി 6 മാസത്തിനുള്ളിൽ ഒരു ഡെങ്കിപ്പനി ബാധിക്കുകയും വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ എറണാകുളം ജില്ലയിലെ ഒരു ആശുപത്രിയിൽ അദ്ദേഹം അഡ്മിറ്റ് ആവുകയും ചെയ്തു. തലച്ചോറിനെ ബാധിച്ച ഒരു അവസരത്തിൽ 3 ദിവസങ്ങളോളം അർദ്ധബോധാവസ്ഥയിൽ ഇദ്ദേഹം കഴിയുകയുണ്ടായി. അപ്പോഴെല്ലാം ഇദ്ദേഹം വീട് പണിയെപ്പറ്റിയും ജോലിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെപ്പറ്റിയുമായിരുന്നു അല്പമെങ്കിലും ബോധാവസ്ഥയിൽ എത്തുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഒരു മിഷൻ ഹോസ്പിറ്റലായിരുന്നതിനാൽ ഇടയ്ക്ക് ജപമാല മൈക്കിൽ കൂടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദിവസവും വിശുദ്ധ ബലിയും കേൾക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പതിയെ പുരോഹിതൻ വന്ന് ഇദ്ദേഹത്തിന് രോഗീലേപനം കൊടുക്കുകയുണ്ടായി. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ആഴത്തിൽ വിശ്വാസം ഇല്ലാതിരുന്ന ഇദ്ദേഹം
ശരിക്കും ആരോഗ്യത്തെ ബാധിച്ച ഒരവസ്ഥ എത്തിയപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള അവസ്ഥയിൽ ഏതാനും ദിവസം കഴിയാനിടയായപ്പോൾ തീർച്ചയായും ഒരു ബൈബിൾ ആവശ്യപ്പെടുകയും അത് വായിച്ച് തുടങ്ങുകയും ചെയ്തു. ഞാൻ ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ലായിരുന്നു. എന്നാൽ ഏകദേശം ഇദ്ദേഹം രോഗാവസ്ഥയിലായി 3 മാസത്തിനകം എനിക്കൊരു ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വീട് പണി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, വീട് കയറി താമസത്തിന് ക്ഷണിക്കാനായിരിക്കുമെന്നൊക്കെ കരുതി. എന്നാൽ അദ്ദേഹം ഏറെ വാചാലനായി ഈ പ്രാവശ്യം വിശദീകരിച്ചത് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ, അർത്ഥബോധാവസ്ഥയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളും ആ മിഷൻ ഹോസ്പിറ്റലിലെ വളരെ സാധുവായ വൈസി എന്ന ഒരു പുരോഹിതൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് കുമ്പസാരിക്കുകയും വിശ്വാസത്തോടെ കുർബാന സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് എൻ്റെ ബുദ്ധി മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണെന്നും ദൈവത്തിൻ്റെ ബുദ്ധിക്ക് 7 അയൽപ്പക്കത്ത് പോലും നമ്മുടെ ബുദ്ധി എത്തുന്നില്ല എന്നും ഇദ്ദേഹം മനസ്സിലാക്കിയതും ആ വിവരം എന്നോട് പങ്കുവച്ചതും. പ്രിയപ്പെട്ടവരെ, വീട് പണി നിന്ന അവസ്ഥയിൽ നിർത്തിവെക്കേണ്ടി വന്നു. കാരണം നിങ്ങൾക്കറിയാം, വലിയ ഒരു രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ 1.5 മാസമാണ് ഇദ്ദേഹത്തിന് ചെലവഴിക്കേണ്ടി വന്നത്. വീട് പണിക്കായിട്ട് കരുതി വച്ചിരുന്ന സമ്പത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹത്തിൻ്റെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വന്നു. ചെറിയ 2 കുട്ടികളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 2 പേരും ഇരട്ട കുട്ടികളായിരുന്നു താനും. ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാനും വൃദ്ധരായ മാതാപിതാക്കളുടെ കാര്യം നോക്കാനും ഒക്കെ വീണ്ടും പ്രതീക്ഷിച്ചതിലും കണക്ക് കൂട്ടിയതിലും അധികം സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് വന്നു ചേരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം എൻ്റെ അടുക്കൽ പറയുകയായിരുന്നു, ഈ ഒരു രോഗാവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയില്ലായിരുന്നു എങ്കിൽ വീണ്ടും ഞാൻ ലോകത്തിൻ്റേതായിട്ടുള്ള വിജ്ഞാനത്തിൽ പൂണ്ടുകിടന്ന് ഇനി എങ്ങനെ വിജ്ഞാനം സമ്പാദിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ മാത്രം ജീവിതം ഒതുക്കി കൊണ്ടുപോയേനെ. അദ്ദേഹം എന്നോട് സങ്കീർത്തനം 119 ഒരു വചനം പറഞ്ഞു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ കർത്താവിൻ്റെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വചനം ലഭിക്കുകയും അദ്ദേഹത്തോട് ഏതാനും വചനങ്ങൾ പങ്കുവയ്ക്കാൻ അന്ന് സാധിക്കുകയും ചെയ്തു. ആ വചനങ്ങൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് കരുതിയാണ് ഇന്ന് ഈ വിഷയത്തെപ്പറ്റി തന്നെ നാം കടന്ന് ചിന്തിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം ഇങ്ങനെ പറയുന്നു, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. പല വിദ്യാർത്ഥിനികളും ഇന്ത്യക്ക് വെളിയിലേക്കൊക്കെ പോകുന്ന സമയമാകുമ്പോൾ സംസാരിക്കുന്നത് കേട്ടാൽ അതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഏതാണ് എന്ന രീതിയിൽ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ദൈവം ദാനമായി തന്നതാണെന്നും ദൈവത്തോട് ആലോചന ചോദിച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമെന്നും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങളിൽ കൂടെ നമുക്കൊന്ന് കടന്നു പോയാലോ? നാം എല്ലാവരും നാം ഏർപ്പെടുന്ന തൊഴിലിൽ വിജ്ഞാനം സമ്പാദിക്കാൻ ഏറെ തൃഷ്ണ ഉള്ളവർ തന്നെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനവും അറിവുമായി കമ്പയർ ചെയ്താൽ തീർച്ചയായും നമുക്ക് നാം ജോലി ചെയ്യുന്ന രംഗങ്ങളിൽ ശോഭിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, നിത്യജീവനിലേക്കായി ദൈവത്തിൻ്റെ ജ്ഞാനം തേടുന്നവരായി മാറാനും അതുമൂലം ജീവിതം അർത്ഥപൂർണമാക്കി മാറ്റാനും നമുക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വചനങ്ങളിലേക്ക് കടക്കാം. വചനം വീണ്ടും ഇങ്ങനെ പറയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം 26-ാം തിരുവചനം. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്, ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു യു ടേൺ ഉണ്ടാകുന്നത്, നാം പ്രതീക്ഷിച്ചതിൽ നിന്ന് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുന്നത് എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ലല്ലോ. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കാത്തവനാണ്
എപ്പോഴും സുരക്ഷിതനായിരിക്കുക എന്ന് വചനം പറയുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 21 അധ്യായം 30 വചനം ഇങ്ങനെ പറയുന്നു: ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല. പല യുവാക്കന്മാരും പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഈ പ്രാർത്ഥനയും ബൈബിൾ വായനയും കൊണ്ട് മാത്രം ജീവിതം മുൻപോട്ട് പോകുമോ? മനുഷ്യന് സമ്പാദിക്കാവുന്ന അറിവിൻ്റെ പരമാവധി സമ്പാദിച്ച് ശാസ്ത്രീയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പലരുടെയും കണക്ക് കൂട്ടലുകൾ ഇടയ്ക്ക് വെച്ച് പിഴയ്ക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ഞാൻ മുമ്പ് പറഞ്ഞ യുവാവിൻ്റെ ജീവിതം തന്നെ. വചനം വീണ്ടും ഇങ്ങനെ പറയുന്നു. യൂദാസിൻ്റെ ലേഖനം 1 അധ്യായം 10 വചനം ഇങ്ങനെ പറയുന്നു: ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാക്കാത്ത എല്ലാ കാര്യങ്ങളെയും ദൂഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യുന്നു. ഞാനേറെ ശ്രദ്ധിക്കാറുണ്ട്, സമകാലിക സംഭവങ്ങളെല്ലാം അരങ്ങേറുമ്പോൾ TV ഓൺ ചെയ്ത് വാർത്താ ചാനലുകളുടെ മുമ്പിൽ എത്രയോ സമയം ചെലവഴിച്ച് അതേപ്പറ്റി വിശദ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി അടുത്ത ദിവസം ഇതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുമായിട്ട് എത്രയോ മണിക്കൂറുകൾ ചർച്ച ചെയ്യാനായിട്ട് അവർ സമയം കണ്ടെത്തുന്നു. തങ്ങളുടെ ജന്മവാസനകൾ കൊണ്ട് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എല്ലാത്തിനെയും ദൂഷിച്ചും വിമർശിച്ചും സംസാരിക്കുന്നതും. വീണ്ടും നാം വചനത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ജോബിൻ്റെ പുസ്തകം 21 അധ്യായം 22 വചനം: ഉന്നതത്തിലുള്ളവരെ പോലും വിധിക്കുന്ന ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ ആർക്ക് കഴിയും? സഭയുടെ കാര്യങ്ങളിലും വൈദികരുടെ കാര്യങ്ങളിലും പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം അഭിപ്രായവും ബുദ്ധിപൂർവം പറയുമ്പോൾ കർത്താവിനോട് തർക്കിക്കാനും കർത്താവിന് ബുദ്ധി ഉപദേശിക്കാനും നാം ആരാണ് എന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 82 അധ്യായം 5 തിരുവചനം ഇങ്ങനെ പറയുന്നു: അവർക്ക് അറിവില്ല, ബുദ്ധിയുമില്ല, അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. കുറേയെല്ലാം ലോകത്തിൻ്റെ അറിവുകൾ ചവച്ച് കടിച്ച് ഇറക്കിയതിന് ശേഷം ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോന്നിത്തുടങ്ങിയ എത്രയോ പേരെ നമുക്ക് അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 92 അധ്യായം 6 തിരുവചനം ഇങ്ങനെ പറയുന്നു: ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ്, ഭോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവവചനങ്ങളുടെ വിലയും ദൈവമാർഗത്തിൽ ചരിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഒരു ഭോഷനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 8 അധ്യായം 17 തിരുവചനം ഇങ്ങനെ പറയുന്നു: അപ്പോൾ കണ്ടത് മുഴുവൻ ദൈവത്തിൻ്റെ കരവേലകളാണ്, സൂര്യന് കീഴെ നടക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നാണ് മനസ്സിലാകുന്നത്. എത്ര ബുദ്ധിമുട്ടി അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയില്ല. അത് കണ്ടുപിടിച്ചു എന്ന് ബുദ്ധിമാൻ അവകാശപ്പെട്ടാലും അത് അവന് അതീതമത്രേ. ശാസ്ത്രം എത്രയേറെ പുരോഗമിച്ചിട്ടും ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടായ്മ പറയുന്നത് മൊത്തമുള്ള വിജ്ഞാനത്തിൻ്റെ 1/6 ഭാഗം മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇപ്പോഴും അന്വേഷണ വിധേയമാണെന്നതാണ്. സൃഷ്ടാവിനോട് കിടപിടിക്കാൻ ഏത് സൃഷ്ടിക്കാണ് സാധ്യമാവുക? തീർച്ചയായും ഞാൻ നേരത്തെ ഒരു പ്രസംഗത്തിൽ ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്. ബാംഗ്ലൂർ പോയപ്പോൾ 2 PhD ഒന്നിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാനിടയായി. ഏറെ മിടുക്കിയായ, വളരെയേറെ ബുദ്ധിപൂർവ്വം മറുപടി പറയുന്ന ഈ കുട്ടിയുമായിട്ട് ഏകദേശം 1 മണിക്കൂറോളം സംസാരിക്കാനിടയായി. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നതൊക്കെ കണ്ടപ്പോൾ ഈ പെൺകുട്ടി എന്നോട് ചോദിച്ചു, മാഡം ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ? മാഡം ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇത്രയെല്ലാം പഠിച്ച നാം ഇങ്ങനെ ഭോഷന്മാരെ പോലെ
ഇതുപോലെയുള്ള സത്യങ്ങളുടെ പിന്നാലെ പോകുന്നത് ശരിയാണോ? അനുഭവിച്ചറിഞ്ഞ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുന്നതല്ലേ നല്ലത്? ആ കുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാപിതാക്കൾ അടിയുറച്ച ദൈവവിശ്വാസികളാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി വിദ്യാഭ്യാസം ഒരു ലെവലെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവമുണ്ടോ എന്നും ഈ പ്രാർത്ഥിക്കുന്നതെല്ലാം ഭോഷത്വമല്ലേ എന്നും ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയെ തീർച്ചയായിട്ടും ചില വചനങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോകാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിയെ ദൈവവിശ്വാസത്തിലേക്ക് ആഴപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിട്ട് ഇപ്പോൾ ആ പെൺകുട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 വചനങ്ങൾ ഇതിൻ്റെ അവസാന ഭാഗം കാണുന്നത് എല്ലാം കൊണ്ടും നന്നായിരിക്കും. വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു. സഭാപ്രസംഗൻ്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വചനം. സൂര്യന് കീഴെ ഓട്ടം വേഗമുള്ളവനോ യുദ്ധം ശക്തിയുള്ളവനോ അപ്പം ജ്ഞാനിക്കോ ധനം ബുദ്ധിമാനോ അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. എല്ലാം ദൈവത്തിൻ്റെ ദാനവും കൃപയും മാത്രമാണ്. റോമ 9:16 ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നാം ഇന്നൊരു വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുണ്ടോ? ഒരു ജോലിയിലാണോ? സാമ്പത്തിക സുരക്ഷിതത്വമുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതൊന്നും നമ്മളുടെ ആരുടെയും കഴിവും മിടുക്കും അല്ല, ദൈവത്തിൻ്റെ ദയ മാത്രമാണ് എന്ന് വചനം നമുക്ക് തിരിച്ചറിവ് നൽകുന്നു. വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനം. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ്. ബുദ്ധി ഉപയോഗിച്ച് തട്ടിപ്പും വെട്ടിപ്പുമായി നിഷ്കളങ്കരെ ഇരട്ടത്തരുന്ന എയ്യുന്ന, അവരുടെ പരിശ്രമങ്ങളിൽ അവരെ താഴേക്ക് വലിക്കുന്ന എത്രയോ മക്കൾ ഇന്ന് ലോകത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും എന്ത് കുടില ബുദ്ധി ഉപയോഗിച്ചും മറ്റുള്ളവരെ തകർക്കാനും ഉന്നതങ്ങളിൽ എത്താനും ശ്രമിക്കുന്നത് നാം കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? വീണ്ടും വചനത്തിൽ കൂടെ ഓടിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. 1 കോറിന്തോസ് 3-ാം അധ്യായം 20-ാം തിരുവചനം. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്നെ തന്ത്രങ്ങളിൽ കുടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ആ ബുദ്ധിയിൽ അവർ തന്നെ കുടുങ്ങി മുന്നോട്ട് പോകാൻ പറ്റാതെ ആകുന്നത് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ യുവാവിൻ്റെ ജീവിതത്തിൽ ആ യുവാവിനെ നേടുക എന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു ആരോഗ്യം ബാധിക്കപ്പെട്ട അവസ്ഥയിൽ ദൈവത്തിലേക്ക് തിരിച്ചു വരാനിടയായത്. ദൈവം തന്ന ബുദ്ധിയും ശക്തിയും കഴിവും ദൈവത്തിനായിട്ട് ഉപയോഗിച്ചാൽ എത്രയോ ആളുകളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് സഹായിക്കും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വചനം വീണ്ടും ഇങ്ങനെ പറയുന്നു. എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18-ാം തിരുവചനം. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ഏറെ ലോകത്തിൻ്റേതായിട്ടുള്ള വിജ്ഞാനം നേടാനുള്ള ത്വരയിൽ ദൈവത്തിൻ്റെ നിത്യജീവനിൽ നിന്ന് അകറ്റപ്പെട്ട് നിൽക്കുന്ന എത്രയോ യുവതീ-യുവാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ യൗവന കാലഘട്ടത്തിലാണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനുള്ള വാസനകൾക്ക് അവർ വിധേയരാകുന്നതും അതുവരെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന ആ രീതിയെ ചോദ്യം ചെയ്ത് തുടങ്ങുന്നതും മെല്ലെ വിശ്വാസം ഉപേക്ഷിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 28-ാം വചനം. ബുദ്ധിമാൻ
ജ്ഞാനത്തെ അറിയുന്നു, അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചവർ ചിലപ്പോൾ തനിയെ നശിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നാം ബുദ്ധി കൊണ്ട് ദൈവത്തെ കൂടുതൽ അറിയാനും ആശ്രയിക്കാനും വിശ്വസിക്കാനും എന്ന് ശ്രമിക്കുന്നു, അന്ന് ഇത് നന്മയ്ക്കായിട്ട് മാറുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 14-ാം അധ്യായം 20-ാം തിരുവചനം. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ലോകത്തിൻ്റെ വിജ്ഞാനത്തേക്കാൾ ദൈവിക ജ്ഞാനത്തിന് 1-ാം സ്ഥാനം കൊടുത്തു വേണം നാം മുന്നോട്ട് പോകാൻ എന്നാണ് വചനം പറയുന്നത്. ജെറമ്യയുടെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. PhD സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളിലും മുട്ടിത്തട്ടി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വഴിമുട്ടി നിന്ന അവസ്ഥയിൽ ഞാൻ ഏറെ ഏറ്റുപറഞ്ഞ ഒരു വചനമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇന്നും എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ചില അവസരങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങേ സ്തുതിക്ക് നാമമഹത്വത്തിനും അനുയോജ്യമാക്കി ഇതിനെ മാറ്റണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്വർഗീയ ജ്ഞാനത്താൽ നിറയുന്നതും ഭൂമിയുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ നല്ല ഐഡിയാസ് കിട്ടുന്നതും ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. വചനം വീണ്ടും ഇങ്ങനെ പറയുന്നു. മത്തായി 11-ാമത്തെ അധ്യായം 25-ാം വചനം. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എളിമ നിറഞ്ഞ ഞാൻ ഒന്നുമല്ല എന്ന ഭാവത്തോടെ ഉള്ള ഒരു മനസ്സിലേക്ക് ദൈവം സ്വർഗീയ ജ്ഞാനം നിറയ്ക്കുകയും അത് ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും എന്നാണ് വചനം നമ്മോട് പറയുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ചില വചനങ്ങളാണ്. 1 Korinthos 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വചനങ്ങൾ അനുശാസിക്കുന്നത്. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. ദൈവത്തിൻ്റെ മാനദണ്ഡമനുസരിച്ചാണ് നാം എങ്ങനെയായിരിക്കണം എന്ന് നാം തന്നെ വിധിക്കേണ്ടത്. വീണ്ടും നമുക്കറിയാൻ സാധിക്കും, ഭോഷന്മാരെ ദൈവം സൃഷ്ടിച്ചത് വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാനാണ് എന്ന് തുടർന്നു വരുന്ന വചനങ്ങളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം ലോകത്തിൽ വിജ്ഞാനം തേടി പോകുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 17 മുതൽ 20 വരെ ഉള്ള വചനങ്ങളിൽ നാം ഏതെല്ലാം വിഷയത്തെപ്പറ്റി ഈ ലോകത്തിൽ പഠിക്കുന്നോ അത് മുഴുവൻ ഈ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. സുവോളജി, ബോട്ടണി, പ്രകൃതിശാസ്ത്രം തുടങ്ങി എന്തും ആയിക്കോട്ടെ, അതെല്ലാം ബൈബിളിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇത് നോക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 17 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ദൈവിക ജ്ഞാനത്തിൽ ആശ്രയിച്ചാൽ തീർച്ചയായും ലൗകിക ജ്ഞാനത്തിൽ നമുക്ക് നിറയാൻ സാധിക്കും എന്നാണ് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വീണ്ടും ഏത് വിഷയവും ഈ ലോകത്തെ ആരാഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന നാം ഒരിക്കലും സൃഷ്ടാവിനെ കണ്ടെത്താൻ വൈകരുത് എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 9-ാം വചനവും പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവിക ചിന്തകളിലേക്ക് കടക്കാം. നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്നും ബുദ്ധിക്ക് എല്ലാം നേടിത്തരാൻ സാധിക്കില്ല എന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുമായിരുന്നു ഈ വചനങ്ങളെല്ലാം നമ്മെ അനുശാസിച്ചത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വചനം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരപ്പെടും. നമ്മുടെ ബുദ്ധിയെയും ശക്തിയെയും മനസ്സിനെയും ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട്
ദൈവത്തിന് സ്വന്തമായിട്ട് കൊടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങളെ മുഴുവനായി അങ്ങേ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയും മനസ്സും ഹൃദയവും ചിന്തകളും കർത്താവേ അങ്ങ് ദാനമായി തന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരെ ലോകത്തിൻ്റേതായിട്ടുള്ള വ്യഗ്രതയിൽപ്പെട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും വെളിയിലേക്ക് പോകുന്ന കാര്യങ്ങളിലും വീട് പണിയിലും അതുപോലെ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകാവുന്ന കാര്യങ്ങളെപ്പറ്റി ഏറെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മക്കളെ കർത്താവെ സ്വർഗീയ ജ്ഞാനത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലും ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മേഖലയും ഏതൊക്കെയാണെങ്കിലും കർത്താവെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്വർഗീയ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്തുതിക്കും നാമമഹത്വത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരിക്കലും ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കാതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നിത്യജീവനെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് സ്വർഗീയ ജ്ഞാനം ലഭിക്കുന്നതിനായി ഈശോയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊള്ളണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.